ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അരാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായമുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയാം എന്താണ് അരാക്ക്. ഇത് ഒരു സ്റ്റിക്ക്. ഈ സ്റ്റിക്കിൻ്റെ അതിൻ്റെ അറ്റം ഭാഗം നമ്മളുടെ പല്ലുകൾ ഉപയോഗിച്ച് തന്നെ അത് ബൈറ്റ് ചെയ്ത് ഒരു സ്മൂത്ത് സർഫസ് ഉണ്ടാക്കി ഈ ഭാഗം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പല്ലുകളെ വൃത്തിയാക്കുന്ന ഒരു സ്റ്റിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നു. ഇത് പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റമാണ് പല്ല് ക്ലീൻ ചെയ്യാൻ. 65, 80, 70 വയസ്സുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാത്ത ആളുകൾ ഗ്രാമപ്രദേശങ്ങളിലും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കൃഷിയോട് ബന്ധപ്പെട്ട ആളുകൾ ഇത് ഉപയോഗിക്കാത്ത രൂപം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ അരാക്ക് പല്ലിന് ഗുണമാണോ? പഴയ കാലങ്ങളിൽ എന്തില്ല? ബ്രഷ് ഇല്ല. അപ്പോ ബ്രഷ് എന്ന് പറയുന്നത് ഈ അരാക്കിന്റെ പ്ലാസ്റ്റിക് ട്രാൻസ്ഫോർമേഷൻ ആണ്. ആ സിസ്റ്റം, അതിനകത്ത് കിടക്കുന്ന പർപ്പസ്, അത് പ്ലാസ്റ്റിക്കിലൂടെ അവറ്റോട് മാറുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷായി മാറി. ആ ബ്രഷ് ഇന്ന് പല ടൈപ്പ് ബ്രഷ് ഉണ്ട്. ഇന്റർഡെന്റൽ ബ്രഷ്, സോഫ്റ്റ് ബ്രഷ്, ഹാർഡ് ബ്രഷ്, മീഡിയം ബ്രഷ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പല രൂപങ്ങളിലും പല തിക്നെസ്സുകളും ആക്കി മാറ്റി. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇന്ന് അവൈലബിൾ ഉള്ള ഭാഗമാണ് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പവർ ടൂത്ത് ബ്രഷ് അല്ലെങ്കിൽ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്. നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ നമ്മൾ ഓൾറെഡി കുത്തിവെച്ച് കഴിഞ്ഞാൽ ഇത് ബാറ്ററി ചാർജ് ആവും. അതിനകത്ത് 4 ടിപ്പ് 5 ടിപ്പ് വളരെ കോസ്റ്റ്ലി കുറവുള്ള ഒരു 400 രൂപ 500 രൂപ പോലെ വ്യത്യസ്ത കമ്പനികൾ അവൈലബിൾ ആണ്. അത് നമുക്ക് ഈസിയസ്റ്റ് ആക്കി മാറ്റുന്നു. പല്ലുകൾക്ക് വളരെയധികം ആരോഗ്യം നിലനിർത്താൻ, മോണകൾക്ക് ആരോഗ്യം നിലനിർത്താൻ അത്യാവശ്യമുള്ള ഒന്നാണ് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്. ഇത് സംബന്ധമായ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്ന മെത്തേഡുകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നുള്ളൂ. യെസ്, ഐ എം ഡോക്ടർ അലി, അലിയരിമ്പ്രാസ് ഡെന്റൽ ക്ലിനിക് .com. താങ്ക് യു.